രാമു 36 സെക്കൻഡിൽ 400 മീറ്റർ ഓടുന്നു. അവൻ്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് സെക്കൻഡിലും മീറ്ററിലുള്ള കണക്കാണ്. നമ്മൾ ആൻസറിൽ കാണേണ്ടത് എന്താണ്? കിലോമീറ്ററിലാണ് ആൻസർ കാണേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ എന്താണ്? എന്ത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ? വേഗത കണ്ടുപിടിക്കാനാണ്, സ്പീഡ് കണ്ടുപിടിക്കാനാണ്. നമുക്ക് സ്പീഡും ഡിസ്റ്റൻസും ടൈമൊക്കെ കാണാൻ വേണ്ടി ട്രയാങ്കിളിൽ വരച്ചിട്ട് ഒരു കോഡുണ്ടല്ലോ, DST എന്ന് പറയുന്നത്. ഇതിൽ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി, സ്പീഡ് കാണാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താൽ മതി, ടൈം കാണാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് സ്പീഡാണ്, അതായത് വേഗതയാണ്. അപ്പോൾ സ്പീഡ് ഈക്വൽ ടു D/T എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ അവിടെ എഴുതി വെച്ചു. ഇനി D എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് എത്രയാണ്? 400 മീറ്റർ ആണല്ലേ, 400 മീറ്റർ. അത് നമ്മൾ അവിടെ എഴുതി. T എന്ന് പറഞ്ഞാൽ ടൈം എത്രയാണ്? 36 സെക്കൻഡാണ്. ഇനി D/T അല്ലേ, അപ്പോൾ 400/36 എന്ന് നമ്മൾ എഴുതി. അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കിലോമീറ്റർ കണക്കിലാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മീറ്ററിനെ കിലോമീറ്ററിലേക്കാക്കാനും കിലോമീറ്ററെ മീറ്ററിലേക്കാക്കാനും ഉള്ള ഒരു ഇത് നോക്കാം നമുക്ക്. എന്നിട്ട് ബാക്കി നോക്കാം. മീറ്ററിനെ കിലോമീറ്ററിലേക്കാക്കാൻ വേണ്ടിയിട്ട് 18/5 ചെയ്താൽ മതി. അതേപോലെ തന്നെ കിലോമീറ്ററിനെ മീറ്ററിലേക്കാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 5/18 ചെയ്യണം. അപ്പോൾ കാൽക്കുലേഷൻ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് 400/36 കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? 18/5 മീറ്ററിനെ കിലോമീറ്ററിലേക്കാക്കാനുള്ള 18/5 ചെയ്തു. അപ്പോൾ കുറേയൊക്കെ വെട്ടിപ്പോവും. 18 36 വെട്ടിപ്പോയി, അവിടെ 2 ആയി. 5 400 വെട്ടിപ്പോയി, അവിടെ 80 ആയി. ബാക്കിയുള്ളത് 80/2 ആണ്. 80നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 40 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ. ഇപ്പോൾ കിട്ടിയത് എന്താണ്? കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് 40 കിലോമീറ്റർ പെർ അവർ.